ഗൈസ് പ്രോക്സി സെർവറിൽ നിന്ന് എല്ലാവർക്കും ഗിഫ്റ്റ് അയക്കാൻ പറ്റുന്നതാണ്. സോ നമ്മുടെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയുള്ള ഒത്തിരി യൂട്യൂബ്സും കാണൊക്കെ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ കാണൊക്കെ ഇട്ടിട്ടുണ്ട്. എടുത്തുവാണെങ്കിൽ ഹിന്ദിക്കാരും തമിഴ്മാരും ഇട്ടായിട്ടുള്ള. സോ ഇപ്പോൾ തന്നെ ആരും കണ്ണും തള്ളി നിൽക്കേണ്ട ആവശ്യമില്ല, ഇത് പക്ക ഫേക്ക് ആണ്. ഗൈസ് ഒരിക്കലും പ്രോക്സി സെർവറിൽ നിന്ന് നമ്മുടെ മെയിൻ അക്കൗണ്ടിലേക്ക് ഗിഫ്റ്റ് അയക്കാൻ പറ്റത്തില്ല. ആൻഡ് ഇപ്പോഴും പ്രോക്സി സെർവർ ഡൗൺലോഡ് ആക്കാൻ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. സോ അവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി പറഞ്ഞു തന്നേക്കാം. പിന്നെ നമ്മുടെ പ്രോക്സി സെർവറിന്റെ ലേറ്റസ്റ്റ് വെർഷനും കാണൊക്കെ കുറേ ആൾക്ക് ഇത് പെയ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് തരാൻ പോവാണ്. അപ്പം ഇതിന്റെ ലിങ്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഫോളോ ചെയ്ത ശേഷം കമന്റ് ബോക്സിൽ C2 എന്ന് മാത്രം കമന്റ് ചെയ്താൽ മതി, നിങ്ങളുടെ ഡീമിലോട്ട് നേരെ എത്തുന്നതായിരിക്കും. ഓക്കെ. ആൻഡ് ഇതിൽ എടുത്തു വരേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഫ്രീ ഫയർ നിങ്ങൾ ഡിലീറ്റ് ആക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഈ പ്രോക്സി സെർവർ ഡൗൺലോഡ് ആക്കാൻ പാടുള്ളൂ. ഓക്കെ. സോ ഞാൻ അയക്കുന്ന ആ ഒരു ലിങ്ക് നിങ്ങൾ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ നേരെ ടെറാബോക്സിലോട്ടായിരിക്കും പോകുന്നത്. ഓക്കെ. ടെറാബോക്സ് ഉള്ള ആൾക്കാരും ഡൗൺലോഡ് ആക്കേണ്ട ആവശ്യമില്ല, ഇല്ലാത്ത ആൾക്കാർ ടെറാബോക്സ് ഡൗൺലോഡ് ആക്കുക. അതിനുശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഫ്രീ ഫയർ പ്രോക്സി സെർവർ എന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ അത് ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ഡൗൺലോഡ് ആക്കുക. ഓക്കെ. അതിനുശേഷം നിങ്ങൾ നേരെ ഗെയിമിലോട്ട് കയറുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ഒരു ഫയലും കാളൊക്കെ ഡൗൺലോഡ് ആവും. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ചെല്ലുന്നത് നമ്മുടെ ലോഗിൻ പേജിലോട്ടായിരിക്കും. സോ അവിടെ നിങ്ങൾ ഗസ്റ്റ് അക്കൗണ്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക, വേറെ ഒന്നും എടുക്കരുത്. ഓക്കെ. ഗസ്റ്റ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നെയിമും കാളൊക്കെ ചൂസ് ചെയ്യാൻ വരും. അത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ നേരെ ലോഗിൻ പേജിലോട്ട് എത്തുന്നത്. ഓക്കെ. അവിടെ വെച്ച് നിങ്ങൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് മുകളിലായിട്ട് നിങ്ങളുടെ ഒരു UID കാണാൻ സാധിക്കും. സോ ആ ഒരു UID വരുമ്പോൾ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് അടിച്ചേക്കുക. അതിനുശേഷം ഞാൻ തരാൻ പോകുന്ന രണ്ടാമത്തെ ഒരു ലിങ്ക് ഉണ്ട്. സോ ആ ലിങ്കിലോട്ട് നിങ്ങൾ ലോഗിൻ ആവും. സോ ആ ഒരു ലിങ്കിലോട്ട് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഹ്യൂമൻ ആണോ റോബോട്ട് ആണോ എന്നുള്ള ഒരു ടെസ്റ്റ് ഉണ്ടാവും. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ വരും. അതിനകത്ത് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അൺലോക്ക് വിത്ത് ഡിസ്കോഡ് കണ്ടല്ലോ. സോ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ നിങ്ങൾ UID കാളൊക്കെ അടിച്ചു കൊടുക്കുക. പിന്നെ ഒരു 3 കംപ്ലീറ്റ് ഓപ്ഷൻ കാളൊക്കെ ഉണ്ട്. സോ അത് കുറച്ച് ഏടൊക്കെ ഉണ്ട്. സോ അതൊക്കെ കണ്ടിട്ട് അതൊന്ന് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോക്സറും കാളൊക്കെ അൺലോക്ക് ആവുന്നതായിരിക്കും. സോ നേരെ ഗെയിമിലോട്ട് എടുക്കുന്നത് 2 മണിക്കൂർ നിങ്ങൾക്ക് സുഖമായിട്ട് പ്രോക്സറും കാളൊക്കെ യൂസ് ആക്കാം. ഓക്കെ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ അയച്ചു കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ലിങ്ക് കിട്ടാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ബ്രോഡ്കാസ്റ്റിലോട്ട് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ